പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ജിഞ്ചർ ചട്നിയാണ്. ഇത് ദോശ, ഇഡ്ഡലി, ചോറിനൊക്കെ ഏറ്റവും നല്ലൊരു ചട്നി. ഇത് ആക്ച്വലി ആന്ധ്രാക്കാരുടെ ഒരു ചട്നിയാണ് ഇത്. അപ്പൊ ഈ ചട്നി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 10 കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി എന്ന് പറയും. ചിലര് ഈ ഉള്ളി ചേർക്കാതെയും ഉണ്ടാക്കാറുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം, ഒരു നെല്ലിക്ക വലിപ്പം എന്നൊക്കെ പറയാം, വാളൻ പുളി. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ശർക്കര. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി. ഇതൊന്ന് ചെറിയ പീസാക്കണം. ഇത് ഒരു ഏകദേശം 15 ഗ്രാം കാണുമേ. മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ബാക്കിയുള്ളത് ഞാൻ പുറകെ പറയാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാൻ ഞാനിപ്പോ സൺഫ്ലവർ ഒഴിച്ചേക്കുന്നത്. സാധാരണ ഇതിന് നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു നാടൻ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും യൂസ് ചെയ്യാമേ. അവരിതിന് ധാരാളം എണ്ണ യൂസ് ചെയ്യും. ഞാനിപ്പോ അത്ര ഒഴിച്ചിട്ടില്ല, ഒരു 3-4 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ആന്ധ്രാക്കാർ ഇത് ഉണ്ടാക്കുന്നത് ഇതിന് കുറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും അവർ ഒഴിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടാം. മുഴുവനെ ഉള്ള ഉലുവ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇപ്പൊ ഇടാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇനി ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി. ഇപ്പൊ ഉഴുന്നിന്റെ കളറൊക്കെ മാറി. ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കൊച്ചുള്ളി ഇടാം. ആ കൊച്ചുള്ളി വലുതൊക്കെ ഞാനൊന്ന് കീറിയിട്ടുണ്ട്. കറിവേപ്പില, നല്ലോണം ഒരു പിടി കറിവേപ്പില വേണേ. ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങ് വയലണ്ട, ഒന്ന് പരിവായി വന്നാൽ മതി. ഇതിലേക്ക് ആ ഇഞ്ചി ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ടുണ്ട്. ആ വാളംപുളി കൂടി ഇടാം, ശർക്കര കൂടി ഇടാം. ഇനി ഈ ഇഞ്ചിയും ശർക്കരയും പുളിയൊക്കെ ഇങ്ങനെ എണ്ണയിലിട്ട് വഴട്ടാതെ ഡയറക്റ്റ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഇട്ടാലും മതി. അങ്ങനെ വേണേലും ചെയ്യാം. ഈ ഇഞ്ചി ഒത്തിരി അങ്ങ് വഴണമെന്നില്ല. നമ്മുടെ മുളക് നന്നായിട്ട് ഫ്രൈ ആവണം, അത് മാത്രമാ കണക്ക്. അപ്പൊ ഇത്രയും മതി, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പൊ ആദ്യം നിങ്ങൾ കടുകിന്റെ കൂടെ ഉലുവ ഇട്ടെങ്കിൽ ഇപ്പൊ ഈ ഉലുവാപ്പൊടി ഇടല്ലേ. നമ്മളെ വഴറ്റിയ എണ്ണയുണ്ടല്ലോ, അതും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചേക്കണേ. ഇത് അരയ്ക്കാൻ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുന്നുവെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരിതിന് ധാരാളം എണ്ണ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് അരച്ചതിന് ശേഷം ആ എണ്ണ മുഴുവൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് ഇളക്കും. അവര് ഉണ്ടാക്കുന്ന ഈ ചട്നി എന്ന് പറയുന്ന നല്ല എണ്ണ തെളിഞ്ഞു കിടക്കും മുകളില്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. ഞാനതിന്റെ പകുതി എണ്ണ പോലും എടുത്തിട്ടില്ല. പിന്നെ ആർക്കെങ്കിലും ശർക്കര ഇല്ലാതെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് വേണ്ട മാറ്റങ്ങൾ ഇതിൽ വരുത്താം. പക്ഷെ എനിക്ക് തോന്നുന്നു ശർക്കര ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. കാരണം മുളകിന്റെയും ഇഞ്ചിയുടെയും എരിയും ഒരു കുത്തലും ഉണ്ട് അതില്ലെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഉള്ളി ഇടാതെയും ചെയ്യാറുണ്ട്. പക്ഷെ ഉള്ളി ഇടാതെ ചെയ്യുന്നത് എനിക്കത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും ഇത് ഉള്ളി ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കും. അതിനുശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു ഈസി ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.